എല്ലാവർക്കും തന്നെ വൈച്ചാപ്പ് സ്ക്രിപ്റ്റോ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയുടെ സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ വഴി എങ്ങനെ ഒരു ട്രസ്റ്റ് വാലറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും, കാരണം ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട പ്രൊസീജിയറും വളരെ സിമ്പിളാണ്. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. വീഡിയോയുടെ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ക്രിപ്റ്റോ ഫോർ ബിഗിനേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. കാരണം ഞാനൊരു ബിഗിനറാണ്, നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് മനസ്സിലായ രീതി മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കും മനസ്സിലാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. ഡയറക്റ്റ് ഇന്ന് വീഡിയോട്ട് കിടക്കാൻ പോകണം. ഈ ഒരു ട്രസ്റ്റ് വാലറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ കാണാം. അതിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് അവിടെ കിട്ടും. അവിടെ നിങ്ങൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരിക. ഇവിടെ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഐ ഓൾറെഡി ഹാവ് വാലറ്റ്, ആ ഒരു രണ്ടാമത്തെ താഴത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിലാണ് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടവരാണെങ്കിൽ ആ ഒരു ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് അകത്ത് വരിക. ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഇതിൽ പാസ്വേഡ് എന്ന് പറയുന്നത് ഒരു 12 വാക്കാണ്. 12 വാക്കെന്ന് പറയുമ്പം A4 ആപ്പിൾ, B4 ബേറ്റ് പോലത്തെ ചെറിയ ആ ഒരു ആപ്പിൾ ബേറ്റ് കയറ്റ് അതേപോലത്തെ 12 ചെറിയ വാക്കുകളാണ് ഇതിൻ്റെ പാസ്വേഡ്, യൂസർ നെയിം എല്ലാം അത് മാത്രമാണ്. ആ ഒരു 12 വേർഡ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൽ ഫോർഗോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആ ഒരു വാലറ്റ് പോയെന്ന് തന്നെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇത് അവരെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ ഒരു 12 വാക്ക് നിങ്ങൾ ഇപ്പോൾ ഈ ടിക്ക് നൽകി നിങ്ങൾ പ്രൊസീഡ് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു 12 വാക്ക് കിട്ടും. ഓരോരുത്തർക്കും ഓരോ വാക്കായിരിക്കും. അതാണ് അതിൻ്റെ പാസ്വേഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു പാസ്വേഡ് നിങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് എല്ലാ കാലത്തെയും അത് കളഞ്ഞു പോവുകയും ചെയ്യും. നിങ്ങൾ ഈ ഒരു പാസ്വേഡ് ആക്കി പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യാനും പറ്റും. അവർക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് നിങ്ങൾ ആ ഒരു 12 വാക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യുന്ന വഴി കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ട്രസ്റ്റ് വാലറ്റുള്ള ആരും തന്നെ ഈ ഒരു 12 വാക്ക് ഉപയോഗിച്ച് നിങ്ങളെ കോൺടാക്റ്റും ചെയ്യത്തില്ലെന്ന് ഇവർ 3 ഇത് എഴുതി കാണിച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ആ 3 ടിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു 12 വാക്ക് എഴുതി കാണിക്കും. ഞാൻ ഇവിടെ ബ്ലർ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ സ്ക്രീൻ റെക്കോർഡ് ഒന്നും വർക്കാണ്. നിങ്ങൾക്ക് ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ തുടങ്ങി നോക്കൊന്നും കാണത്തില്ല. നിങ്ങൾ എഴുതി വയ്ക്കണം. അല്ലെങ്കിൽ ഇത് കോപ്പി ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് കൂടെ കാണും. ഇത് കോപ്പി ചെയ്ത് ഒന്നെങ്കിൽ ആർക്കെങ്കിലും മെസ്സേജ് സെൻഡ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഗൂഗിൾ ഷീറ്റോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അവിടെ കോപ്പി ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഡ്രൈവിലൊക്കെ സേവ് ചെയ്തിടേണ്ട ഓപ്ഷനൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്തിടാം. എങ്ങനെയാണെങ്കിലും ഈ ഒരു 12 വാക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് വേറൊരു മൊബൈലിൽ പോലും ഇത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു 12 വാക്കാണ് ഇതിൻ്റെ പാസ്വേഡ്, യൂസർ നെയിം എല്ലാം ഇത് മാത്രമാണ്. ഇത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് പിന്നെ ഒരിക്കലും എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു 12 വാക്ക് നിങ്ങൾ കോപ്പി ചെയ്ത് ഒരിടത്ത് സേവ് ചെയ്ത ശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതായി ഒരു വെരിഫൈ ചെയ്യാനായിട്ട് ഇവിടെ താഴെ ഒരു നേരത്തെ വന്ന് 12 വാക്കിന് ഓർഡർ തെറ്റിച്ച് കൊടുത്തിരിക്കും. നിങ്ങൾ മുകളിൽ ഓർഡർ അനുസരിച്ച് നിങ്ങൾ ഓരോ വാക്കും സെലക്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ പേജിൽ ഒരു ഓർഡറിലാണ് 1 തൊട്ട് 12 വരെയുള്ള ഓർഡറിലാണ് ഓരോ വാക്കും കൊടുത്തുള്ളത്. ഇവിടെ ഓർഡർ തെറ്റിച്ച് കൊടുക്കും. നിങ്ങൾ ഇവിടുത്തെ ഇതേ ഓർഡറിൽ തന്നെ നിങ്ങളിവിടെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുമ്പോഴാണ് അത് വെരിഫൈ ആകുന്നത്. വെരിഫൈ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡൺ എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ വെരിഫിക്കേഷൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ തെറ്റായിട്ട് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും സെലക്ട് ചെയ്യേണ്ട ഒരു ഇതെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു 12 വാക്കും ഓർഡറിൽ സെലക്ട് ചെയ്ത് ഡണ്ണെന്നേ ക്ലിക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്. ഇതിൽ വേറെ KYC ഇല്ല, വേറെ പ്രൊസീജിയർ ഒന്നും തന്നെ. ഇത്ര നിങ്ങൾ ആ ഒരു 12 വാക്കുകളാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. അത് മാത്രം സേവ് ചെയ്തിട്ടിരിക്കുക. അത് മാത്രം കറക്റ്റായിട്ട് സെലക്ട് ചെയ്തേ.